ബാപ്പങ്ങ് മരിച്ചു. ഇപ്പൊ നോക്കൂ, ഞങ്ങൾ പല നാട്ടിൽ പുതിയ റോഡ് വരുന്നുണ്ടല്ലോ. ആ പുതിയ റോഡ് ഇങ്ങനെ വരുമ്പോ എത്ര ലക്ഷങ്ങളാണ് ഓരോരുത്തർ കിട്ടിയിട്ടുണ്ടെങ്കിൽ 18 ലക്ഷം 25 ലക്ഷം 1 കോടിയൊക്കെ കിട്ടിയ ആൾക്കാരുണ്ട്. എന്നിട്ട് ഇവരെന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാപ്പയും ഉമ്മയും പട്ടിണി കിടന്ന് കഷ്ടം ചായ കുടിച്ചുകാണ്ട് ഉണ്ടാക്കിയ ഭൂമി അതൊക്കെ. ഇതിപ്പോ ഈ മോഡിയുടെ ഗവൺമെന്റ് എന്തോന്ന് അറിയില്ല, ഇതൊക്കെ പാടാണ്ട് കളിച്ച് റോഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോ ചോദിച്ച പൈസ കൊടുക്കുകയാണ്. ഈ പൈസ വാങ്ങിയ ആൾക്കാർ പെണ്ണുങ്ങളെയും കുട്ടികളായിട്ട് ടൂറ് പോയി എന്നിട്ടും പൈസ ബാക്കിയായിട്ട് ഹജ്ജിന് പോകാണ് കൊല്ലം. ഓലെ ബാപ്പ ഹജ്ജ് ചെയ്തിട്ടില്ല, ഓലെ ബാപ്പ ഉംറ ചെയ്തിട്ടില്ല, അതിനെപ്പറ്റി ചിന്തല്ല, ഒരു ചിന്ത പോലുമില്ല. യഥാർത്ഥത്തിൽ ബാപ്പ മരിച്ചാൽ ഉമ്മ മരിച്ചാൽ പള്ളിയിലെ ഖത്തീബ് ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഏതായാലും ഒന്നുണ്ടാക്കി കഴിയുന്ന വരെ വെറുതെ നിൽക്കണ്ട എന്നുള്ള നിരക്ക് മൂപ്പര മൈക്കണ്ട ഓണാക്കിയിട്ട് ഒന്നുണ്ടാക്കി കഴിഞ്ഞാൽ പറയണം, അതുവരെ ഞാൻ പ്രസംഗിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് വാക്കാനുള്ളതൊക്കെ ഇപ്പൊ തന്നെയാണ് പൊരുത്തപ്പെട്ടു കൊടുത്താടി ഞമ്മക്ക് ഇങ്ങനൊരു അവസ്ഥ വരാന്നാണ്ടൊരു ഓർത്താടി. സാമ്പത്തികമായി വല്ലതുണ്ടെങ്കിൽ മൂത്ത മകൻ ഷെരീഫുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഇതിപ്പോ ഒരു വലിയ കാര്യമായിട്ടാണ് ഇപ്പൊ ഉസ്താദ് പറയുന്നത്. അപ്പൊ ചിന്തിക്കേണ്ട, ഇയാൾക്ക് ഇപ്പൊ ആരാ പൊരുത്തപ്പെട്ടു കൊടുക്കാം? ഇയാൾ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ, അയാൾക്ക് ഇപ്പൊ ആരാ പൊരുത്തപ്പെട്ടു കൊടുക്കാം? അതേ സമയത്ത് മക്കളെ വിളിച്ചിട്ട് ബാപ്പാന്റെ കടൊക്കെ ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞപ്പോ എന്റെ ബാപ്പ ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ടോ, ബാപ്പാക്ക് എത്ര സ്വത്തുണ്ട്, ബാപ്പാക്ക് ഹജ്ജ് ചെയ്യൽ നിങ്ങളെ മേലിൽ നിർബന്ധമാണ് കേട്ടോ എന്നൊരു ഉപദേശം പറഞ്ഞിട്ടൊന്ന് കാര്യമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, അതിനെപ്പറ്റി ഒരു ചിന്ത ഉണ്ടോ? എന്നോടിപ്പോ അടുത്തൊരു കുട്ടി, ഗൾഫിൽ നിന്ന് വന്നൊരു കുട്ടി ചോദിച്ചു, ഉസ്താദെ 40 കഴിക്കാപ്പോ 40 പൂർത്തിയാണ്ട് ആവശ്യമുണ്ടോ? ഒരു 6 ആണ്ട് കഴിഞ്ഞാൽ അത് 40 കൂടി, അതായത് ഇപ്പൊ 7 ഭക്ഷണം ഉണ്ടാക്കുക, അത് 40 കൂടി ഉണ്ടാക്കിയാൽ പോരെന്ന് ചോദിച്ചു. അപ്പൊ എന്താ സംഗതി, ഇവന്റെ ലീവ് കുറവാണ്. അപ്പൊ ഇവന്റെ ഒരു വിചാരം എന്താ, 40 കഴിയാതെ മുതൽ ഓരിയൊക്കെരുതെന്നാണ് ഇവന്റെ ഒരു വിചാരം. ശരിക്കും മയ്യത്ത് മറമാടുന്നതിന് മുമ്പ് ഓരിയൊക്കെ വേണ്ടത്. ഇപ്പൊ ആൾക്കാരുടെ ഇടയിൽ എന്താ വെച്ചാൽ 40 കഴിയാതെ എങ്ങനെയെന്നാ. ഇപ്പൊ ഇവനാണെങ്കിൽ 7ന്റെ ഒന്ന് പോവും വേണം, പോയാൽ പിന്നെ അത് ഓരിയൊക്കാൻ പ്രയാസമല്ലേ. ഇത്ര സ്പീഡാണ് ഈ മുതൽ ഓരിയൊക്കണേല്. എന്നാലും ഒരു 2 സെന്റ് ബാപ്പാക്ക് ഹജ്ജ് അതാണ് നീക്കി വെക്കുകയാണ്, ആരോടെങ്കിലും നമുക്ക് ചെയ്യിപ്പിക്കാം. കാരണം നമ്മളെന്നെ സൗദിയിൽ ഉണ്ടായത് കൊണ്ട് ഞമ്മക്ക് തന്നെ ചെയ്യാം, അതിനൊരു മുതൽ മുടക്കായി കിടക്കട്ടെ എന്നുള്ള ചർച്ചയോ ഒരു ചിന്തയോ നമ്മുടെ മഹല്ലുകളിലുണ്ടോ? ആ ഇല്ല എന്നതാണ് നമ്മളെ മറുപടി. എങ്കിൽ അവിടെയാണ് യഹൂദിയായിട്ടോ കാഫിറായിട്ടോ അവൻ പോകട്ടെ എന്ന് റസൂലുള്ളാഹി പറഞ്ഞതിന്റെ ഗൗരവം. അത് കേട്ട് നമ്മളെ മനസ്സിലിതുണ്ടാകണം. അപ്പൊ ഈ സമയം വന്നാൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒരു 6 ദിവസത്തെ ജോലിയാണ്. പിന്നെ നേരത്തെ അതിനു വേണ്ടി പോകുന്നത് ഇത് 2 രാഷ്ട്രങ്ങളുമായുള്ള ഇടപാടും ഒരുപാട് ഒരുക്കം അനിവാര്യമായ സംഗതിയുമായതുകൊണ്ട്